ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വൈകുന്നേരം ചായക്ക് നോക്കുമ്പോൾ സ്നാക്സ് ഒന്നും കാണാനില്ല. അപ്പോൾ അമ്മ പറഞ്ഞു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒരു വാഴയ്ക്ക ബജി ഉണ്ടാക്കി തരാമെന്ന്. ഞാൻ റെഡിയാണ്. നമുക്ക് അതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് എടുക്കാം അല്ലേ? അപ്പം അമ്മ ഇവിടെ വാഴയ്ക്ക ബജിയുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മ സ്റ്റാർട്ട് ചെയ്തോളൂ, എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കും. 1 കപ്പ് കടലമാവ്, അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി, അത് ഇതായി നിൽക്കാൻ വേണ്ടിയിട്ട്, സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട്, ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടോ. അത് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടി, മറ്റത് കുഴഞ്ഞു പോലെ. 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളറിന്. കായം മാത്രം കുറച്ച് അധികം എടുക്കണം, കായത്തിന്റെ ഫ്ലേവർ എടുത്ത് നിൽക്കണം, നല്ല ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പിപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പിടുന്നത്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഓക്കെ. പിന്നെ ബജ്ജി ഉണ്ടാക്കും. ബജ്ജിക്ക് ഒരു ഭംഗിയൊക്കെ വേണ്ടത്, നമ്മുടെ ബജ്ജിക്ക് കഴിക്കുകയാണെങ്കിലും കൂടെ ഭംഗി വേണ്ട. അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു സോഡാപ്പൊടി, വളരെ കുറച്ച് കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കൊണ്ട് വളരെ കുറച്ച്, ഒരു ഭംഗി അത് പൊന്തി വരാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടി. സോഡാപ്പൊടി ഇട്ട എണ്ണ കുടിക്കില്ലേ? അത് വളരെ കുറച്ച് ഇട്ടാൽ മതി. ഓക്കെ. ഒരുപാട് ഇടുമ്പോഴേ എണ്ണ കുടിക്കുള്ളൂ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഒഴിച്ചിട്ട്, ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയും പാടില്ല. ലൂസായ എണ്ണ കുടിക്കും. ലൂസായ എണ്ണ കുടിക്കും. കട്ടിയായ ഒരുപാട് മാവായിട്ട് ടേസ്റ്റ് വലിയ ഇതുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പണ്ട് മറീന ബീച്ചിലൊക്കെ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിച്ചിരുന്നല്ലേ മുളക് ബജി, കായ ബജി. സൂപ്പർ ആണ് ഇവിടുത്തെ മുളക് ബജി. അത് കഴിക്കാൻ വേണ്ടി നമ്മൾ പോകും. അതെ. കൺസിസ്റ്റൻസി കാണിച്ചു, നല്ലോണം മിക്സ് ചെയ്യണം. കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്യാം. കുറച്ചുകൂടി വെള്ളം, 1 സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്യാം. ഇതാ ഈ ഒരു പരുവം മതി. ഓക്കെ. 2 വാഴയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ 2-3 പേരല്ലല്ലോ, ഇത് മതിയാവും. അപ്പം ഇതൊന്നും ഉണ്ടാക്കാം. ഓക്കെ. നല്ല നൈസായിട്ട് അതിനെ ഇത്രയും സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. പാന് ചൂടാക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ചൂടാവട്ടെ. നല്ലോണം ഹീറ്റായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും. അല്ലെങ്കിൽ എണ്ണ കുടിക്കും. നല്ല ഹീറ്റായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ലോയിലും വെക്കാൻ പാടില്ല, ഹൈയിലും വെക്കാൻ പാടില്ല. മീഡിയത്തിൽ വെച്ചിട്ട് ഇന്നലെ വാഴയ്ക്ക വേവുള്ളൂ. ഇപ്പം എണ്ണ നന്നായി പൊഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് കുറയ്ക്കാം. മീഡിയത്തിൽ വെച്ചിട്ട് ഓരോന്നായി മുക്കിയിട്ട് നല്ലോണം ഇങ്ങനെ ആക്കി വെക്കുക. നല്ലോണം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മാവ് കംപ്ലീറ്റ് പോകും. അതിന് ശേഷം ഓരോന്നായി ഇങ്ങനെ തണുപ്പ് കാരണം ചുമ പിടിച്ചു. എല്ലാവർക്കും ചുമയാണ് ഈ ക്ലൈമറ്റിൽ.
കണ്ട അധികം മാവില്ല, കുറച്ച് സോഡാപ്പൊടി ഇടുമ്പോൾ ഭംഗിയായി വരുന്നുണ്ട്. പിന്നെ നല്ല വാഴക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവുമ്പോൾ ഫുള്ള് എണ്ണ കളഞ്ഞിട്ട് രണ്ട് സൈഡും 2-3 തവണ അങ്ങനെ മറിച്ചിട്ടിട്ട് അങ്ങനെ കോരിയെടുക്കാം. നമ്മുടെ അടുത്ത ട്രിപ്പും റെഡിയായി. എല്ലാം റെഡിയാക്കി വെച്ച 10 മിനിറ്റിൽ എളുപ്പമാണത്. വാഴക്ക നുറുക്കേണ്ട ഒരു ടൈം, ഇത് മാവ് കലക്കേണ്ട ഒരു ടൈം വേണം. ഈ മാവ് കുറച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായി കിട്ടും. ഇപ്പൊ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള് പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ. കുറച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത മാവ് നല്ല എല്ലാം ചേർന്ന് മുളക് പൊടിയൊക്കെ ഫ്ലേവർ കിട്ടാം നന്നായി. നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ ഉണ്ട് കേട്ടോ, എണ്ണ കുടിച്ചിട്ടില്ല. ഒഴിച്ച എണ്ണ അങ്ങനെയുണ്ട്, എണ്ണ കുടിച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് സോഡാപ്പൊടി ഇട്ടും ഇത് വാഴക്ക ബജിക്ക് ഒരു അടിപൊളി ചട്നി ആക്കാം നമുക്ക്. അതിന് ഒരു 2 ഉണക്കമുളക്, ഒരു സവാള, ഒരു 2 സ്പൂൺ തേങ്ങ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് 1/2 സ്പൂൺ ഉപ്പ്, കുറച്ച് 2 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. നമ്മുടെ വാഴയ്ക്ക ബജിയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഞാനും എൻ്റെ കുട്ടും വാഴയ്ക്ക ബജി ചട്നിയും കഴിക്കാൻ പോണേ. ഓക്കെ ബൈ പറ. കൈകൊണ്ട് കേട്ടോ, ബൈ കേട്ടോ. ഒരു ഫ്ലൈങ് കിസ് കൊടുക്കും എല്ലാവർക്കും. ഓക്കെ കഴിക്കുക, ബജ്ജി കഴിക്കുക, എടുത്തോളൂ. കുട്ടി എങ്ങനെയുണ്ട്? സൂപ്പർ ഉണ്ടോ? ഇഷ്ടായോ? കഴിച്ചോളൂ കഴിച്ചോളൂ. സൂപ്പർ സൂപ്പർ തന്നെ. ഡൺ കുട്ടു ഡൺ. എരിഞ്ഞോ കുട്ടിക്ക്? എരിഞ്ഞോ? ആ വെള്ളം തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാഴയ്ക്ക ബജിയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു ആൻഡ് ബൈ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.